ബിഷ്മിർ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ദാരുണമായിട്ടുള്ള അന്ത്യം നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. മാത്രമല്ല, ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് അവിടെ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപങ്ങളും കൊടിയ അനാസ്ഥയും ഉണ്ടായതായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് ഓക്സിജൻ അളവ് കുറഞ്ഞത് കൊണ്ടാണ് ആ മരണം സംഭവിച്ചത്. ഓക്സിജൻ കൊടുക്കാനുള്ള യാതൊരു നടപടിയും ആശുപത്രി ഉണ്ടായിട്ടില്ല. ഒന്ന്, ചികിത്സ വൈകിച്ചു. രണ്ട്, ഓക്സിജൻ പോലും കൊടുത്തില്ല. ഓക്സിജൻ ഇല്ലാത്ത ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഇത്തരത്തിലെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇതിനെക്കുറിച്ച് DSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രിയും DGPയും ഉറപ്പ് നൽകിയിട്ടും ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. രണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നിയമപരമായി നടപടിയെടുക്കുന്നതിന് പകരം, അന്വേഷണം നടത്തി നടപടിയെടുക്കുന്നതിന് പകരം ഇന്നലെ മിനിഞ്ഞാന്നും ആശുപത്രി അടച്ചിട്ടു. ഇതിന് ബോർഡ് വെച്ചു, ഡോക്ടർമാർ രാജിവെച്ചതിനെ തുടർന്ന് ആരുടെയും സേവനം ലഭ്യമല്ല എന്ന് പറഞ്ഞ് ആശുപത്രി അടച്ചിട്ട്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് പരാതി കൊടുത്തതിന്റെ പേരിൽ ആ കുടുംബത്തെ മാത്രം, ജനങ്ങളെ വെല്ലുവിളിക്കുക. സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും സ്ഥല MLAയും ജനങ്ങളെ വെല്ലുവിളിക്കുക. ആശുപത്രി അടച്ചിട്ടു. യുവമോർച്ചയും അതുപോലെ തന്നെ BJPയും ഒക്കെ സമരവുമായി രംഗത്ത് വന്നപ്പോഴാണ് അടച്ചിട്ട് ആശുപത്രി തുറന്ന് മറ്റെവിടെ നിന്നോ 2-3 ഡോക്ടർമാരെ അവിടെ നിയോഗിച്ചത്. പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നത് അവിടെ എല്ലാ ഡോക്ടർമാരും 1-2 പേരൊഴിച്ച് ബാക്കി ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ ഫാർമസിസ്റ്റുകളും എല്ലാം തന്നെ അവിടെ കരാർ ജീവനക്കാരെ, കരാർ അടിസ്ഥാനത്തിലാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. 5 പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മാതൃ കമ്മ്യൂണിറ്റി സെന്ററാണ് ഈ വെളപ്പിൽ ശാലയിലുള്ളത്, വെളപ്പിൽ പഞ്ചായത്തിലുള്ളത്. അവിടെയാണ് കരാർ അടിസ്ഥാനത്തിൽ ആളുകൾ നിശ്ചയിച്ചത്. അവിടെയാണ് 1976 പാറ്റേൺ അനുസരിച്ചാണ് അവിടെ നിയമനം നടക്കുന്നത്. ഇത്രയും കൊടിയ അനാസ്ഥ, അവഗണന ആ ആശുപത്രിയോട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇത് കാട്ടാക്കടയിൽ അല്ലെങ്കിൽ വെളപ്പിൽശാലയിൽ മാത്രമുള്ള ആരോഗ്യ മേഖലയിലെ തകർച്ചയല്ല, കേരളത്തിലെ മൊത്തം തകർച്ചയാണ്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു, അടിയന്തരമായിട്ട് ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. ആ ബിഷ്മിറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഇത്രയും ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP യുവമോർച്ചയും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. എന്നും അവിടെ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിലും വെളപ്പിൽശാല വിഷയം ഉന്നയിച്ചുകൊണ്ട് യുവമോർച്ചയും BJPയും ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും.